ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ അർജുനനോട് സുഹൃത്തുക്കൾ ചോദിച്ചു, നീ എന്താണ് എപ്പോഴും നിന്റെ ഗുരുവായ ദ്രോണാചാര്യരെ ഇത്രയേറെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും? അദ്ദേഹം ഒരു രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയൊന്നുമല്ലല്ലോ. നിന്റെ അത്ര സമ്പത്തോ അധികാരമോ ഒന്നും പ്രായമായ അദ്ദേഹത്തിനില്ലല്ലോ. പിന്നെ എപ്പോഴും നീ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ പോയി ഇരിക്കുന്നത് എന്തിനാണ്? അർജുനൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തും സൗന്ദര്യവും സ്ഥാനമാനങ്ങളും എല്ലാം ഒരിക്കൽ നഷ്ടമായേക്കും. പക്ഷെ ഒരിക്കലും നശിച്ചു പോകാത്തത് നമ്മുടെ അറിവാണ്. പകരം തോറും വീര്യം കൂടുന്നതാണ് അറിവെന്ന ആ വിജ്ഞാനം. ആ അറിവ് ജീവിതത്തിൽ പകർന്നു തരുന്നത് നമ്മുടെ ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ബഹുമാനിക്കേണ്ടത് അറിവ് പകർന്നു തരുന്ന അധ്യാപകരെയാണ്. അർജുനൻ പറയുന്നത് എത്ര ശരിയാണ്. ജീവിതത്തിൽ അറിവിനേക്കാൾ മൂല്യമായ മറ്റെന്തെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ ഗുരു എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാൻ 13:13, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഗുരു എന്ന് തന്നെയാണ്. ഒരു ഗുരു എന്തായിരിക്കണമെന്നറിയാൻ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ഗുരുക്കന്മാരൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പില്ലേ? എല്ലാവരുമില്ല, വളരെ കുറച്ചു പേർ. കാരണം അവർ ക്ലാസ്സിലെ വെറും അധ്യാപകർ മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ അറിയുന്നവർ കൂടിയായിരുന്നു. നാം എല്ലാവരും അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് ആയിരിക്കണം. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ഈ പറയുന്ന സ്ഥാനമോ നമ്മെക്കുറിച്ചുള്ള ഓർമ്മയോ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? കാരണം അറിവ് പകർന്നു കൊടുക്കുന്നവർ മാത്രമല്ല അധ്യാപകർ. അജ്ഞതയാകുന്ന ഇരുട്ടിൽ നിന്നും പ്രകാശമാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുക്കന്മാർ. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ദൈവതുല്യരായി കരുതണമെന്ന് പഠിപ്പിക്കുന്ന ഭാരതീയ സംസ്കാരത്തിൽ വളർന്നു വന്ന നമുക്ക് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്ന നല്ല ഗുരുക്കന്മാരാകേണ്ടിയിരിക്കുന്നു. തെറ്റും തിന്മയും പരത്തുന്നവരല്ല, ജീവിതത്തിൽ പ്രകാശം കണ്ടെത്തി കൊടുക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. ഇന്ന് ലോക അധ്യാപക ദിനത്തിൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച് നല്ല അറിവ് പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാരെയും വണങ്ങി ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിറഞ്ഞ അറിവിൽ വളരാൻ ഈശ്വര കൃപയാൽ നിറയാൻ, നിറഞ്ഞ അറിവിൽ വളരാൻ ഈശ്വര കൃപയാൽ നിറയാൻ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ.